ചുരുങ്ങിയ വിലയിൽ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടിയത്. നിങ്ങളത് മിസ് ചെയ്യാൻ പാടില്ല. അത്തരം സ്റ്റോക്കുകളാണ് റിക്കവറി ഫേസിലുള്ള ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകൾ. ഇന്നത്തെ വീഡിയോയിൽ ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ് എന്ന ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചുരുങ്ങിയ വിലയിൽ വലിയ സാധ്യതകൾ ഒളിച്ചിരിക്കുന്ന ഈ സ്റ്റോക്കുകൾ നമ്മളെ എങ്ങനെ മില്യനേഴ്സ് ആക്കാൻ സഹായിക്കും എന്നറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. എന്താണ് ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ്? വിപണിയിൽ ഉടനീളമുള്ള കറക്ഷൻസ്, സെക്ടോറിയൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലെ ഷോർട്ട് ടൈം ബിസിനസ് വെല്ലുവിളികൾ, ഇവയൊക്കെ കാരണം മുൻകാല നിരക്കുകളിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് മിനിമം 50% എങ്കിലും താഴെ ട്രേഡിംഗ് നടക്കുന്ന സ്റ്റോക്കുകളെയാണ് ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. മുൻകാല നിരക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വില ഗണ്യമായി കുറഞ്ഞ അവസ്ഥയിലാണ് ഈ ഒരു കമ്പനിയുടെ ട്രേഡിംഗ് നടക്കുന്നുണ്ടാവുക. കമ്പനിയുടെ അടിസ്ഥാന ഫണ്ടമെന്റലുകൾ വളരെ സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. താൽക്കാലികമായി നിക്ഷേപകരുടെ ഇഷ്ടത്തിന് പുറത്തായിട്ടുള്ള ഈ സ്റ്റോക്കുകൾ സ്ട്രോങ് മാനേജ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഗുഡ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്നിവ നിലനിർത്തുന്ന മികച്ച ബിസിനസ്സുകളെ പ്രതിനിധീകരിക്കുന്നു. ഷോർട്ട് ടൈം പാനിക് അല്ലെങ്കിൽ ടെമ്പററി കണ്ടീഷൻസ് ഇവയൊക്കെ കൊണ്ടാണ് സ്റ്റോക്കിന്റെ വില കുറയുന്നത്. എന്നാൽ വിപണി മൂല്യനിർണ്ണയത്തിൽ വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ പ്രോഫിറ്റ് പ്രൊപ്പോർഷൻ നൽകുന്നതിനാൽ ലോങ് ടൈം വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഇവ വലിയ വെൽത്ത് ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയി മാറും. ഉദാഹരണത്തിന് 2020 കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, L&T തുടങ്ങിയ കമ്പനീസിന്റെ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ താഴ്ന്നിരുന്നു. മിനിമം 50-60% മുകളിൽ താഴെ വന്ന സ്റ്റോക്കുകളാണ് ഇവയെല്ലാം. ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഒരുപാട് മൾട്ടിപ്പിൾസ് താഴെ വന്നിരുന്നു. എന്നാൽ ഇവ വളരെ നല്ല മാനേജ്മെന്റും സ്റ്റേബിൾ ബിസിനസ് മോഡൽസും ഉള്ളതിനാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അതിശയകരമായ റിക്കവറിയാണ് കാണിച്ചത്. നമുക്കിവിടെ ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു സ്റ്റോക്ക് ബീറ്റ് ആൻഡ് ഡൗൺ ആയി എന്ന് കണ്ടാൽ നമ്മൾ മറ്റു പല കാര്യങ്ങളും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്ട്രോങ് ഫണ്ടമെന്റൽസ്. നല്ല സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, കൺട്രോൾഡ് ഡെപ്റ്റ് ഇവയൊക്കെയുള്ള സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനിയാണോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സെക്ടർ ടെയിൽവിൻഡ്, കമ്പനി ഉള്ള സെക്ടർ ബൂമിംഗ് ഫേസിൽ തന്നെ ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ടെമ്പററി ഇഷ്യൂസ്, ഇതൊരു താൽക്കാലികമായ ഷോർട്ട് ടൈം പാനിക് ആണ്, അല്ലാതെ ഒരു പെർമനന്റ് ബിസിനസ് ഡാമേജ് അല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. വാല്യുവേഷൻ, പി റേഷ്യോ, PB റേഷ്യോ എന്നിവയൊക്കെ കൊണ്ട് അളക്കേണ്ടതാണ് വാല്യുവേഷൻ. ഇവ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ് വളരെ വലിയ പൊട്ടൻഷ്യലിൽ ഉയരാൻ സാധ്യതയുണ്ട്. ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ് റിക്കവർ ആവാത്ത സ്റ്റോക്കുകളെ തിരഞ്ഞു പിടിച്ച് എങ്ങനെ അവോയ്ഡ് ചെയ്യണം, ഇതാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ് ആണെന്ന് കണ്ടാൽ എക്സൈറ്റ്മെന്റ് കൊണ്ട് എടുത്തു ചാടിയാൽ ചിലപ്പോഴൊക്കെ വാല്യൂ ട്രാപ്പിൽ പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൊമോട്ടേഴ്സ് പ്ലെഡ്ജ് വർദ്ധിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ തീർച്ചയായും ഒഴിവാക്കുക. കണ്ടിന്യൂസ് ബിസിനസ് ഡെറ്ററേഷൻ ഉള്ള കമ്പനീസിനെ ക്ലിയർ ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഫ്രോഡ് ഓർ ഗവൺമെന്റ് ഇഷ്യൂസ് ഉള്ള സ്റ്റോക്സ് കർശനമായിട്ട് ഒഴിവാക്കണം. ബീറ്റ് ആൻഡ് ഡൗൺ എന്നതുകൊണ്ട് മാത്രം ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ നിലവിലുള്ള 2025 ഏപ്രിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സുകൾ ഏതൊക്കെയാണ്? ഒരു ലൈവ് എക്സാമ്പിൾസ് എന്ന നിലയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റോക്കുകൾ: മസഗോൺ ഡോക്ക് ഡിഫൻസ് സെക്ടർ ബൂമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലുപിൻ ലിമിറ്റഡ്, നാൽക്കോ, സൺടെക് റിയാലിറ്റി ആൻഡ് കെയ്ൻസ് ടെക്നോളജി ഇവയൊക്കെ നമുക്കൊരു ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സിന്റെ ഗണത്തിൽ പെടുത്താവുന്ന സ്റ്റോക്കുകളാണ്. അതേപോലെ തന്നെ ഇവയൊക്കെ ഒരു റിക്കവറി സാധ്യതകളും നിലനിർത്തുന്ന സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളൊക്കെ വളരാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ് ആയി എക്സ്പേർട്സ് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇൻഡിവിജ്വൽ റിസർച്ച് തീർച്ചയായും നിർബന്ധമാണ്. ഹൗ ടു ഐഡന്റിഫൈ എ ഗുഡ് ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ്? എങ്ങനെയാണ് നല്ല ഒരു ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് തിരഞ്ഞെടുക്കുക? സ്ക്രീനർ പോലെയുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് സെയിൽസ്, പ്രോഫിറ്റ്, ഡെപ്റ്റ്, ROC ഇവയൊക്കെ പഠിക്കുക. സ്ക്രീനർ ക്വയറികൾ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് സ്റ്റോക്കുകളെ നമ്മൾ തരംതിരിക്കേണ്ടതുണ്ട്. ഈ ഒരു ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകളെ തരംതിരിക്കുന്നതിനുള്ള ഒരു സ്ക്രീനർ ക്വയറി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകളെ തരംതിരിച്ചെടുക്കാം. അതിൽ ചില ലൈനുകൾ കൂട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചില ലൈനുകൾ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഫിൽട്ടറിംഗ് ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ക്രീനർ ക്വയറി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി യൂസർ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബീറ്റ് ആൻഡ് ഡൗൺ സ്റ്റോക്കുകളെ ഐഡന്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സ്ക്രീനിങ് മെത്തഡോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബേക്ക്ഡ് കേക്ക് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും
ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ക്രീനറിന്റെ ഈ ക്വയറിയിൽ ഞാൻ ഓൾറെഡി ഇനി പറയുന്ന ഈ ഒരു ഫിൽറ്റേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയൊക്കെ റഫായിട്ട് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം. സെക്ടർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫ്യൂച്ചർ ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് തിരഞ്ഞെടുക്കുക. മാനേജ്മെന്റ് കമന്ററി കേൾക്കുക, അതായത് ന്യൂസുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഫ്യൂച്ചേഴ്സ് പ്ലാൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു നോക്കുക. സപ്പോർട്ട് സോൺ, റിവേഴ്സ് സിഗ്നൽ, ഇവയൊക്കെ നമ്മൾ തീർച്ചയായും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട പോയിന്റുകളാണ്. എപ്പോഴും വലിയ നേട്ടമുണ്ടാക്കാൻ ഫണ്ടമെന്റലും ടെക്നിക്കൽ അനാലിസിസും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് വലിയ വിജയങ്ങൾക്ക് സാധ്യത തരുന്നത്. മുകളിൽ പറഞ്ഞ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ 2 ബീറ്റൻ ഡൗൺ സ്റ്റോക്സിന്റെ വിശദാംശങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്കായി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാങ്ക് ഓഫ് ബറോഡയാണ് ആദ്യമായി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെന്റിന് 63.9% ഓഹരിയുണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ. നിലവിൽ ഇത് പ്രൈസ് ടു ബുക്ക് റേഷ്യോയിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. അതേസമയം ഇൻഡസ്ട്രി PB റേഷ്യോ 1.18 ആയാണ് നിലകൊള്ളുന്നത്. ഈ സ്റ്റോക്ക് അതിന്റെ അതേ പൊട്ടൻഷ്യലുള്ള മറ്റ് സ്റ്റോക്കുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഗണ്യമായ വിലക്കുറവിൽ നമുക്ക് ട്രേഡ് നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ സ്റ്റോക്ക് നല്ലൊരു സെലക്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബാങ്ക് 16.7% ROE നൽകുന്നുണ്ട്. 3 വർഷത്തെ വിൽപ്പന കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 17%, ലാഭത്തിന്റെ CAGR 144%. റിസർവ് ബാങ്കിന്റെ ലിക്വിഡിറ്റി നടപടികളും നിരക്ക് കുറയ്ക്കലും കാരണം ഭാവിയിൽ എക്സലന്റ് ഓപ്പറേഷണൽ പെർഫോമൻസ് ബാങ്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ വളരെ നല്ല ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തായി റെപ്കോ ഹോം ഫിനാൻസ്. 2000 സ്ഥാപിതമായ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ് റെപ്കോ ഹോം ഫിനാൻസ്. ഇത് റീപാട്രിയേറ്റ്സ് കോർപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമാണ്. പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ അഫോർഡബിൾ ആയി ഹോം ലോൺസ് നൽകുന്ന ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. ഇൻഡസ്ട്രി PB റേഷ്യോ 2.3 ആണെങ്കിൽ നിലവിൽ ഈ കമ്പനിയുടെ ഷെയർസുകൾ 0.7 PB റേഷ്യോയിലാണ് ലഭ്യമാകുന്നത്. 2025 സാമ്പത്തിക വർഷം സ്റ്റോക്കിന് ഇതുവരെ മിക്സഡ് റിസൾട്ട് ആണ് ലഭിച്ചിട്ടുള്ളത്. Q3 വായ്പാനുമതികൾ ഇയർ ഓൺ ഇയർ 4% കുറഞ്ഞ് 864 മില്യൺ രൂപയായി. എന്നാൽ വിതരണ സംഖ്യകൾ ഇതിലും മികച്ചതാകുമെന്നതാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. കൂടാതെ നോൺ ഹൗസിംഗ് ലോണുകൾക്ക് പകരം പ്രധാന ഭവന വായ്പകളിലേക്കുള്ള സ്ട്രാറ്റജിക് ചേഞ്ചസുകൾ വിതരണ വളർച്ച മന്ദഗതിയിലാക്കിയിരുന്നു. പുതുതായി നടപ്പിലാക്കിയ അണ്ടർ റൈറ്റിംഗ് സോഫ്റ്റ്വെയറും പ്രോസസ് ഇന്നോവേഷൻസും പ്രവർത്തനങ്ങളെ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്തിയിരുന്നു. പേയ്മെന്റ് ബാലൻസ് ട്രാൻസ്ഫർ എന്നിവയിൽ ഉണ്ടായ വർധനയും AUM വളർച്ചയെ ബാധിച്ചു. മറ്റ് വായ്പാദാതാക്കൾ 8.6-8.7% നിരക്കിൽ ലോണുകൾ വാഗ്ദാനം ചെയ്യുന്നതോടെ റെപ്കോയുടെ 11% നിരക്കും കൺസ്യൂമർ പ്രഷറിന് കാരണമായിട്ടുണ്ട്. തുടർച്ചയായ ഈ ഒരു തിരിച്ചടികൾ കാരണം 2024 സെപ്റ്റംബർ മുതൽ ഓഹരി വിലയിൽ ക്രമാനുഗതമായിട്ടുള്ള ഇടിവാണ് കാണാൻ കഴിഞ്ഞത്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ക്വാളിറ്റി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ AUMന്റെ 3.9% ആണ്. ലേലങ്ങളുടെയും സെറ്റിൽമെന്റുകളിലൂടെയും അഗ്രസീവായ റിക്കവറി നടത്തി വരികയാണ് ബാങ്ക്. 2025 മാർച്ചോടെ 235 ഔട്ട്ലെറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, വായ്പാ തിരിച്ചടവ്, ടൈം ആൻഡ് കളക്ഷൻ എഫിഷ്യൻസി ഇവയൊക്കെ മെച്ചപ്പെടുത്തി കമ്പനി തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ബീറ്റൻ ഡൗൺ സ്റ്റോക്സ് എന്നത് വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറിൽ കുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകളാണ് ബീറ്റൻ ഡൗൺ സ്റ്റോക്കുകൾ. എന്നാൽ താൽക്കാലിക പ്രശ്നങ്ങൾ കൊണ്ട് വില കുറയുമ്പോഴും സ്ട്രോങ് ബേസിക് ഫണ്ടമെന്റലുകൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വലിയ സാധ്യതകൾ നൽകുന്നവയാണ് ഇത്തരം സ്റ്റോക്കുകൾ. ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ബാങ്കുകൾ ശക്തമായ വരുമാനവും നികുതിയിളവുമുള്ള ലെവലുകളിൽ ട്രേഡ് ചെയ്യുന്നു. അതേസമയം റെപ്കോ ഹോം ഫിനാൻസ് പോലെയുള്ള കമ്പനികൾ താൽക്കാലിക ഓപ്പറേഷണൽ ക്രൈസിസുകളെ സർവൈവ് ചെയ്ത് ഭാവിയിൽ ശക്തമായ വീണ്ടെടുപ്പ് സാധ്യത കാണിക്കുന്നുണ്ട്. എക്സലന്റ് മാനേജ്മെന്റ്, ഹെൽത്തി ഫിനാൻഷ്യൽസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്നിവയ്ക്കുള്ള അടിസ്ഥാനപരമായി വളരെ നല്ല ബീറ്റൻ ഡൗൺ സ്റ്റോക്കുകളിൽ നിന്ന് സെലക്ട് ചെയ്താൽ ലോങ് ടേം വെൽത്ത് സൃഷ്ടിക്കാനുള്ള മികച്ച അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഷോർട്ട് ടേം ഡൗൺ ആണെങ്കിലും ലോങ് ടേം ഗ്രോത്ത് ശരിയാണെങ്കിൽ ഇവ മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ കഴിയുന്നവയും ആയിരിക്കും. അപ്പൊ തീർച്ചയായും ഇത്തരം ബീറ്റൻ ഡൗൺ സ്റ്റോക്കുകളെ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിനായി ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന സ്ക്രീനർ ക്വയറീസ് ഉപയോഗിച്ച് നിങ്ങൾ സ്ക്രീൻ ചെയ്ത് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.